റിയൽമിയുടെ 11 5G ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 16,000 രൂപയാണ്. 8GB റാമും അതുപോലെ തന്നെ 128GB മെമ്മറിയും വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഫോൺ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. 6.7 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാനാണെന്നുണ്ടല്ലോ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ പോളികാർബണേറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫോണാണ്. സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈ ഫോണിൻ്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും പറയാം. അപ്പോൾ ആദ്യം തന്നെ ഫോണിൻ്റെ പോസിറ്റീവ്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫോണിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഈ ഫോണിൻ്റെ പോസിറ്റീവ്സ് ആയിട്ടാണ് തോന്നിയത്. വേറെ ഒന്നുമില്ല, 5000 mAh ബാറ്ററി വരുന്നുണ്ട്. എന്നിട്ടും 8mm തിക്നെസ് മാത്രമേ ഉള്ളൂ. നല്ല സോളിഡ് ആയിട്ടുള്ള ഫോണാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണെന്ന് ഒരിക്കലും പറയുകയില്ല. ഫോണിൻ്റെ ബാക്ക് സൈഡ് പോളികാർബണേറ്റ് ആണ്. കവർ യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസ് വീഴും. 5000 mAh ആണ് ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. ഈ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആണെന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസം വരെയും. എത്ര വലിയ ഹെവി യൂസർ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കിട്ടും. അതുകൂടാതെ നമുക്ക് ബോക്സിനകത്ത് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തരുന്നുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്ക് മൊബൈൽ ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോണിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ കോളിങ്ങിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയാലും നെറ്റ്വർക്ക് റിസപ്ഷനിലോ അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യുന്നവരൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. 108 MP ഇതിൻ്റെ മെയിൻ സെൻസർ വരുന്നത്. ആ 108 MP എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചമുള്ള സാഹചര്യത്തിൽ നല്ല കിടിലൻ ഫോട്ടോസാണ്. നല്ല ഡെപ്ത് ഉള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 16 MP സെൽഫി ക്യാമറ വരുന്നത്. സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ബാക്ക് ക്യാമറയിലും സെൽഫി ക്യാമറയിലും ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇതിനകത്തൊരു നെഗറ്റീവ് ഉണ്ട്, അത് ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ പറയാം. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഫോണിൽ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. റെഡ്മി നോട്ട് 13 ഞാൻ വാങ്ങരുതെന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അതിനകത്ത് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. നമ്മളൊരു 4-5 ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാമറയിൽ 10 ഫോട്ടോസ് എടുത്താൽ തന്നെ ആ ഫോൺ ഹീറ്റ് ആകുമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഈ ഫോണിനകത്തില്ല. നമ്മൾ എത്ര നേരം യൂസ് ചെയ്താലും 5-10 ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടാലും ഫോണിൽ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂവേ ഇല്ല. അപ്പോൾ ഫോണിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ തീർന്നു. നമുക്കിനി ഫോണിൻ്റെ നെഗറ്റീവ് പറയാം. ഈ ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആദ്യത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെയാണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് പുറത്ത് പോയാലും വെയിലത്തൊക്കെ യൂസ് ചെയ്യാൻ യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണുകളിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് 13 സീരീസ് ആണ്. ആ ഫോണിനകത്തൊക്കെ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഈ ഫോണിനകത്ത് നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഒരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ ഈ ഫോണിൽ വീഡിയോ കാണുമ്പോഴായിക്കോട്ടെ, നോർമൽ യൂസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ സാധാരണ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ തോന്നും LCD പാനലിലോട്ട് നോക്കുമ്പോൾ. പിന്നെ ഈ ഫോണിൻ്റെ സ്പീക്കർ, ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കർ തന്നില്ല എന്നുള്ളത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയുകയില്ല. കിട്ടിയാൽ നല്ലത്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിംഗിൾ സ്പീക്കർ എന്ന് പറയുന്ന സൗണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു ആവറേജിൽ താഴെയായിട്ടാണ് തോന്നിയത്. കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ ഈ സിംഗിൾ സ്പീക്കർ തന്നെ ധാരാളമാണ്. പക്ഷേ സൗണ്ട് അത്ര പോരാ. ഈ ഫോണിൻ്റെ ക്യാമറ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടെന്ന്. വേറെ ഒന്നുമില്ല, 108 MP മെയിൻ ക്യാമറയുടെ കൂടെ കിട്ടുന്ന നമുക്കൊരു സെൻസർ എന്ന് പറയുന്നത് 2 MP ഡെപ്ത് സെൻസറാണ്. ഈ ഫോണിലെ ബാക്കി എല്ലാ ഫോട്ടോസും മികച്ചതാണ്. പക്ഷേ ഇതിനകത്ത് ഡെപ്ത് സെൻസർ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ അൾട്രാ വേസ്റ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. വേറെ ഒന്നുമല്ല, 108 MP ഫോട്ടോസ് നല്ലതാണ്, സെൽഫി ക്യാമറയിലെ ഫോട്ടോ നല്ലതാണ്. ആകെ മോശമായിട്ടുള്ളത് ഈ ഡെപ്ത് സെൻസറിലെ ഫോട്ടോസാണ്. പിന്നെ മെയിനായിട്ട് നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ 2 MP ഡെപ്ത് സെൻസർ എന്ന് പറ്റിക്കുന്ന സമയത്ത് ഒരു 5 MP അല്ലെങ്കിൽ ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നിരുന്നെങ്കിൽ നല്ല കിടിലൻ ക്യാമറയാണ് ഈ ഫോണിൻ്റെ. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത് ഇതിനകത്ത് പരസ്യങ്ങളും ആപ്പിൻ്റെ സജഷനുമാണ്. ദുരന്തം എന്നൊക്കെ വെച്ചാൽ അമ്മാതിരി ദുരന്തം. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 ആപ്ലിക്കേഷൻ്റെ സജഷൻ വരും. നമ്മൾ ക്ലോസ് ചെയ്ത് മടുക്കും. നമുക്ക് സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ആൾ ഈ ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് മാറ്റാനൊന്നും നടക്കില്ല. ഇത് അനുഭവിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വരുന്ന ആടും കാര്യങ്ങളെ കണ്ട് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കൈതട്ടി അനാവശ്യമായിട്ട് ഡൗൺലോഡ് ചെയ്തിടുക എന്നുള്ള കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. ദുരന്തം. പിന്നെ അനാവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. ഒരാവശ്യമില്ല, നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് മടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരനാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടു കിടക്കും. ഇനി ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് വേറെ ഒന്നുമല്ല, ഈ ഫോണിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. ഡിമെൻസിറ്റിയുടെ 6100+ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പ്രോസസ്സർ. ഒരു ആവറേജ് പ്രോസസ്സറാണെന്ന് പറയാം. നിങ്ങളൊരു നോർമൽ ആയിട്ടുള്ള യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ബാധിക്കുകയില്ല. അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യും, യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണും, ചെറിയ രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലൊന്നും കളിക്കണ്ട,
ഒരു നല്ല ഗെയിം നിങ്ങൾ 10 മിനിറ്റ് കളിക്കുന്നുണ്ടെങ്കിലും ഈ ഫോണിൽ പറ്റിയില്ല. ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് 3 ലക്ഷത്തിന് മുകളിലാണ്. അതായത് 4 ലക്ഷം പോലും വരുന്നില്ല, 4 ലക്ഷത്തിൽ താഴെയാണ്. പക്ഷേ ഇതിനകത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ഫോൺ ഹീറ്റ് ആവില്ല. നിങ്ങൾ ഏത് ഗെയിം എത്ര നേരം വേണേൽ കളിച്ചു, ഫോണിൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഇല്ല. റെഡ്മി നോട്ട് 13 സീരീസിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞത് ആ ഫോണിനകത്ത് നമുക്ക് ഗെയിം കളിക്കുമ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ആ ഫോണിൽ ഗെയിം കളിക്കാൻ പറ്റിയൊരു പ്രോസസ്സർ ആ ഫോണിനകത്തുണ്ട്. ഇതിനകത്താണെന്നെങ്കിൽ പ്രോസസ്സർ ഇല്ല, പക്ഷേ ഫോൺ ഹീറ്റ് ആവില്ല. എന്ത് ചെയ്യുക? അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോണിൻ്റെ റിവ്യൂ ഒരു 5 മാസം മുമ്പ് തന്നെ നമ്മുടെ മലയാളത്തിലെ എല്ലാ ടോപ്പ് ആയിട്ടുള്ള റിവ്യൂവേഴ്സും ഇട്ട് കണ്ടിട്ടുണ്ടാവും. അവരാരും തന്നെ ഈ ഫോൺ നിങ്ങൾ വാങ്ങരുത്, ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരിക്കലും വാങ്ങരുതെന്ന് ആരും പറഞ്ഞിട്ടുണ്ടാകില്ല. അവരൊക്കെ റിവ്യൂ ഇടുന്ന സമയത്ത് ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19,000 20,000 ആയിരുന്നു. ഇപ്പോഴാണ് ഈ ഫോണിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ട് 16,000 എത്തിയത്. ആ 19,000 ഉള്ള സമയത്ത് പോലും അവർ ആ ഫോൺ നിങ്ങളോട് വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. അത് വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മൊബൈൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാണ് അവർ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ നെഗറ്റീവ് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. ചെറിയ ഗെയിം കളിക്കാം, അത്യാവശ്യം സോഷ്യൽ മീഡിയയ്ക്ക് എത്ര നേരം വേണേൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ബാറ്ററി ലൈഫ് നല്ല ഹെവി ആയിട്ടുള്ള ബാറ്ററി ലൈഫ് കിട്ടും. 1.5 ദിവസമൊക്കെ ഈസി ആയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ക്യാമറ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഫോണാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മലയാളത്തിലെ ഈ പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോണൊന്നും വാങ്ങി പെടരുത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, കയ്യിൽ കൊണ്ടു നടക്കാന്നേ ഉള്ളൂ, ചുമ്മാ കൊണ്ടു നടക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിം കളിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഈ ഫോൺ ഒരിക്കലും വാങ്ങരുത്. നോർമൽ യൂസർ ആണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.